ബഹുമാനപ്പെട്ട ശ്രീ എം നൌഷാദ്, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ് സർ. തികഞ്ഞ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലയിലും കേരളത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് സർ ഇന്ന് നിലവിലുള്ളത്. വിശിഷ്യ ക്രമസമാധാന രംഗത്ത്, പോലീസ് രംഗത്ത് കേരളത്തിലെ പോലീസിനെ ജനോപകാരപ്രദമായി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ സംരക്ഷകരായി, കാവലാളുകളായി മാറ്റിയ ഭരണമാണ് സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. അതിനു മുമ്പൊരു കാലഘട്ടമുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ വർഗീയ കലാപങ്ങൾ UDFിൻ്റെ കാലഘട്ടത്തിൽ 215, 54,168 സ്ത്രീ പീഡന കേസുകൾ, 7,160 ബാലപീഡന കേസുകൾ, 11 കസ്റ്റഡി മരണങ്ങൾ. നിയമസഭാ രേഖയാണ് സാർ, 4 വർഷക്കാലത്തെയാണ്. 2015 നിയമസഭയിലെ മറുപടിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതിയെ പിടിക്കാൻ പ്രതിയുടെ ചെരുപ്പ് തൂക്കിയിട്ടിട്ട് കാത്തിരിക്കുന്ന പോലീസിനെ, പോലീസ് സേനാംഗങ്ങളെ മുഖംമൂടി ധരിച്ച് പ്രതിയായി പിടിക്കപ്പെട്ടു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ DGP, IG-മാർക്കെതിരായി, SP-മാർ DGPക്കെതിരായി പരസ്പരം സോഷ്യൽ മീഡിയയിൽ കൂടി പരസ്പരം ആക്രമണം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടിക്കുന്ന, പണം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് കൃത്യമായി അത് തിരിച്ചെടുത്ത് കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് സൈബർ പോലീസിനെ മാറ്റിയ, നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ, ഇന്ത്യ ടുഡേയുടെ മോസ്റ്റ് ഹാപ്പി സ്റ്റേറ്റ് അവാർഡ് കേരളത്തിനാണ്. UDFകാർക്ക് ഇതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി 2021 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെയാണ്. കോവിഡ് നിയന്ത്രിക്കുന്നതിൽ വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയതിന് 2020-21 ദേശീയ ഗവേൺസ് ഗോൾഡ് അവാർഡ് ലഭിച്ചതും കേരളത്തിനാണ്. കേരള പോലീസിന്റെ ഡ്രോൺ ഫോറൻസിക് ലാബ് ആൻഡ് റിസർച്ച് സെന്ററിന് 2022 ടെക്നോളജി സർക്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വെൺമണി ഇരട്ടക്കൊലപാതക കേസ് തെളിയിച്ചതിന്റെ വൈദഗ്ധ്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ സ്മാർട്ട് യൂസ് ഓഫ് ഫിംഗർ പ്രിന്റ് സയൻസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ മത്സരത്തിൽ കേരളത്തിന് 3ാം സ്ഥാനം ലഭിച്ചു. ഈ തരത്തിൽ മികച്ച പോലീസായി കേരള പോലീസ് നമ്മുടെ കനേഡിയൻ റോയൽ മൗണ്ട് പോലീസിനെ പോലെ, ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിനെ പോലെ, ന്യൂയോർക്ക് സിറ്റി പോലീസിനെ പോലെ കേരള പോലീസ് ലോകോത്തര നിലവാരത്തിൽ നിൽക്കുകയാണ്. ആ പോലീസ് അതിൻ്റെ പ്രവർത്തന ഫലമായി ഇന്ന് കലാപങ്ങളില്ലാത്ത, വർഗീയ സംഘർഷങ്ങളില്ലാത്ത, കസ്റ്റഡി മരണങ്ങളില്ലാത്ത നാടാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണമൊരുക്കുന്ന, പ്രായമായവർക്കും ഓൺലൈനിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ അവരുടെ പരാതികൾ നൽകുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനത്തെ മാറ്റി പോലീസ് സ്റ്റേഷനുകളിലെല്ലാം PROമാരെ നിയമിച്ചുകൊണ്ട്, ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള പോലീസാണ്. ആ സ്ഥിതിയിലേക്ക് ഇന്ന് ലോകത്തെ, ഇന്ത്യയിലെ ക്രമസമാധാന നിലയെ ഒന്നാമത് നിൽക്കുന്ന സ്റ്റേറ്റാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പോ നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ചിത്രരഞ്ജൻ സൂചിപ്പിച്ചു, നമ്മുടെ സിനിമാ സംവിധായകൻ ജോഷി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന മോഷണത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കേരള പോലീസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല. കേരള പോലീസിനെതിരായി ആരെന്ത് പറഞ്ഞാലും ഇന്ന് വാർത്തയാണ്. അവർ ചെയ്യുന്ന സേവനങ്ങൾ കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും ഒക്കെ അവരുടെ സേവനം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഈ മികവുകളെല്ലാം ഉള്ളപ്പോഴും ഈ പോലീസിന്റെ മികവിനെ ഇകഴ്ത്തിക്കാട്ടാൻ, അതിനോടൊപ്പം ഈ ഗവൺമെന്റിനെ
പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചെറുതാക്കി കാണിക്കാൻ, ഇകഴ്ത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ചുരുക്കം സേനാംഗങ്ങൾ ഈ സേനയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ക്രിമിനലുകളെ ഉൾപ്പെടെ, പോലീസ് സേനയിലെ ക്രിമിനലുകളെ ഉൾപ്പെടെ കണ്ടെത്തി അവരെ സർവീസിൽ നിന്നും പുറത്താക്കാൻ ആർജവം കാണിച്ച ഗവൺമെന്റാണ്. അതുപോലെ തന്നെ ഈ തരത്തിൽ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ചുരുക്കം പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത കൂടി സേനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. പിന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച എന്താണ് തെരഞ്ഞെടുപ്പ്, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ ജയിച്ചു. ഇതെന്താ നിങ്ങൾ ആദ്യമായിട്ട് ജയിക്കുക? 2004 എന്നാ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്? 77 0, 80 സഖാവ് നയനാർ മുഖ്യമന്ത്രി. മറന്നു പോകരുത് കേട്ടോ. 2019 ആലപ്പുഴയിൽ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു കനല്. പക്ഷെ 21 99 സീറ്റുമായിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തിയത്. ഇപ്പോ ആലപ്പുഴയിൽ നിന്നും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ആ കനലങ്ങ് ആലത്തൂരെത്തി. ആലത്തൂര്. പക്ഷേ തൃശ്ശൂരങ്ങ് പോയി. തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത് UDFന്, കോൺഗ്രസിന്. അതിന്റെ തമ്മിൽ തല്ല അവിടെ നടക്കുക. അവിടുത്തെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്യമായി വന്ന് പറയുന്നു കാല് വാരിയതാണ്, വിറ്റതാണ്. കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. DCC ഓഫീസിൽ കൂട്ടയടി, DCC പ്രസിഡന്റ് രാജിവെക്കുന്നു, പോസ്റ്റർ നടത്തുന്നു. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ? അവിടെ LDFും BJPയും തമ്മിലാണ്. LDFും UDFും തമ്മിൽ, സമയം തീർന്നു, LDFും UDFും തമ്മിലാണ്, BJPയും തമ്മിലാണ് അന്തർധാരയെന്ന്. എന്തൊരു കഷ്ടമാണത്. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറുകയാണ്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 16 സീറ്റിൽ പിറകിലായിരുന്നു. 2019 18 സീറ്റിൽ നിയമസഭാ സീറ്റിലെ ഞങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നുള്ളൂ. 122 ആയിരുന്നു നിങ്ങളത്. പക്ഷേ 21 എത്തിയപ്പോ എത്രയായി മാറി? അത് വെറും 41 മാറി എന്നുള്ളത് ഓർക്കുന്നത് നന്ന്. ഞങ്ങൾക്ക് പരാജയം അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴും അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ. അതിൽ ഉറപ്പാണ്. ഈ ഗവൺമെന്റ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ദേശീയ പാർട്ടി പദവിയൊക്കെ തന്നത് കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ ദയ കൊണ്ടാണെന്ന്. നിങ്ങൾക്ക് ഈ കോൺഗ്രസിന് ഞാൻ പറയാം 2004 അസ്തമിക്കേണ്ടതാണ്. 2004 ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ തേടി വന്നതവിടെ സഹാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വസതിയിലേക്ക് എത്തിയത് നിങ്ങളുടെ സോണിയാഗാന്ധിയാണ് എന്ന് മറക്കണ്ട. പ്ലീസ് കൺക്ലൂഡ്. അവർ BJP ഗവൺമെന്റ് രൂപീകരണവുമായി മുന്നോട്ട് പോയപ്പോ പിന്തുണ പ്രഖ്യാപിച്ചു. 63 അംഗങ്ങളുടെ ഇടതുപക്ഷം സഹാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് കോൺഗ്രസിന് പിന്തുണ നൽകിയത് കൊണ്ടാണ് അന്ന് ജീവൻ ലഭിച്ചത്. അത് മറന്നു പോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.